സോംബികളെ കൊല്ലാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സോംബി ഗൺഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം അടിപൊളിയാണ്. കാര്യം നല്ല ഒരു ഗ്രാഫിക്സും അതുപോലെ തന്നെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഗെയിം കൊണ്ടുവരുന്നത്. ഒരിക്കലും ഒരു മൊബൈൽ ഗെയിമാണെന്ന് ഇതിന്റെ ഗ്രാഫിക്സും അതുപോലെ തന്നെ ഗൺ മെക്കാനിസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലേക്കായിരിക്കും ഈ സോംബീസ് എല്ലാം കൂടി കൂട്ടത്തോടെ വരുന്നത്. എല്ലാവരും വെടിവെച്ചിടണം. ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വെടിവെപ്പ് പരിപാടികൾ നടക്കൂല. ചവിട്ടി ഇടുക അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ചവിട്ടിയും വെടിവെച്ചും ഇട്ട് കളിക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡ്ല സോംബി കില്ലിംഗ് ഗെയിമാണിത്. ഡൗൺലോഡ് ചെയ്യുക. കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഒരു മൾട്ടിപ്ലെയർ ഗെയിം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് 2 ആർമി ആയിട്ട് വെടിവെക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 5 vs 5 ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലെയർ ആയിരിക്കും. കുറച്ച് സമയം എടുക്കും ഇതിനകത്ത് പ്ലെയേഴ്സിനെ എല്ലാം കിട്ടാനായിട്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മൊബൈലിൽ വെടിവെക്കാനുള്ള സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കളിക്കാൻ കുറച്ച് പാടാണ്. അതുമാത്രമല്ല നമ്മൾ വെടിവെക്കുന്ന എല്ലാ ഷോട്ടുകളും ആളുടെ ദേഹത്ത് രജിസ്റ്റർ ആവണമെന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഫോക്കസ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് സൂം ചെയ്തൊക്കെ വെടിവെക്കാൻ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള കൈകളുണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. നേരത്തെ കാണിച്ച ഗെയിം പോലെ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൾട്ടിപ്ലെയർ ഗെയിം വേണം, ഒരു ഷൂട്ടിംഗ് ഗെയിം വേണമെന്നുണ്ടെങ്കിൽ വാർ ആഫ്റ്റർ ബെസ്റ്റ് ആണ്. 5 പേരടങ്ങുന്ന 2 ടീമായിട്ടാണ് നിങ്ങൾ കളിക്കേണ്ടത്. അവർ പറയുന്ന അത്രയും കില്ല് ഏത് ടീമാണോ ആദ്യം എടുക്കുന്നത് ആ ടീം ജയിക്കും. ഇതിനകത്ത് റാങ്ക്ഡ് മോഡും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കും കൂടി വരും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ലെവലിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതും കൊള്ളാം. ഓൺലൈൻ ഷൂട്ടിംഗ് ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഷൂട്ടിംഗ് ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവരും കാണും. അപ്പോൾ ഫയർ കവറേജ് എന്ന് പറഞ്ഞ ഗെയിം അടിപൊളിയാണ്. ഈ ഗെയിമിൻ്റെ അകത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞിരുന്നു, അതായത് കവർ ചെയ്തിരുന്നു കൊണ്ട് എനിമീസിനെയൊക്കെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ ശത്രുക്കളെ എല്ലാം കൊന്നൊതുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ ആളുകളെ നമ്മൾ കൊന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് മിഷൻ മൂവ് ചെയ്ത് പോകണം. ഒരുപാട് മിഷൻ ഉണ്ട്. ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഷൂട്ടിംഗ് ഗെയിമുകൾ പൊതുവെ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് കളിക്കുന്നത്. എന്നാൽ ഇങ്ങനെയും ഫോൺ പിടിച്ച് നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഗെയിമുകൾ കളിക്കാൻ പറ്റും. CS കവർ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം വെർട്ടിക്കലായിട്ട് നിങ്ങൾ കളിക്കേണ്ടതാണ്. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള വെടിവെപ്പ് പരിപാടികളല്ല, വെടിവെപ്പാണ്. കുറച്ച് ഫങ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആനിമേഷനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ, അതായത് കാഷ്വൽ ഫീല് വരണം, കുറച്ച് ചിൽ മൈൻഡഡ് ആവണമെന്നുണ്ടെങ്കിൽ CS കവർ ഫയർ അടിപൊളി ഗെയിമാണ്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമാണ്. എല്ലാ പ്രായക്കാർക്കും കളിക്കാൻ പറ്റും. സൈസും കുറവാണ്. ഇനി ഇതൊന്നും പോരാ, നിങ്ങൾക്ക് സൈസ് കൂടിയ ഗെയിം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ.